പണ്ട് സ്കൂളിൽ ബെല്ലടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അതേ ആകാംക്ഷയോടെ ആട്ടോ ഞാനിപ്പോൾ കാത്തിരിക്കുന്ന വേറെ ഒന്നുമല്ല. എൻ്റെ കെട്ടിയുണ്ടാക്കുന്ന ചായക്ക് ഒരുക്കത്തെ ടേസ്റ്റാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കേണ്ട ഒരു ചായക്കടയൊക്കെ തുടങ്ങിക്കൂടിയ മനുഷ്യന് എന്തായാലും ബാക്കിയുള്ള ചായ എൻ്റെ വായിൽ കുത്തി കയറി തന്നു. അതിനൊരു പ്രതികാരം വിട്ടണ്ടേ. ഞാൻ വേഗം കുറച്ച് പ്ലേറ്റിൽ ഉള്ളിയായിട്ട് അങ്ങോട്ട് വന്നു. എന്നിട്ട് തോല് പൊളിച്ചോളൂ ഏട്ടാന്ന് പറഞ്ഞു. ഞായറാഴ്ച അല്ലേ, വെറുതെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെയല്ല ഒരു രസം, ഒരു പണിയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ ഒരു പ്രത്യേക സുഖമാണ് എനിക്ക്. എന്തായാലും എൻ്റെ മുത്ത് ഉള്ളിയൊക്കെ നല്ല വൃത്തിയായിട്ട് തോല് പൊളിച്ച് തന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി. പിന്നെ എൻ്റെ ഇന്നത്തെ പ്ലാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കണേ. പക്ഷേ പണി പാലുവെള്ളത്തിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആദ്യം ഞങ്ങൾക്ക് ഗുജറാത്തിൽ നിന്ന് കിട്ടിയ ഈ കപ്പയിൽ കുറച്ച് കപ്പ കേടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള കപ്പ വെച്ചിട്ട് ഞങ്ങൾ കപ്പ പുഴുങ്ങി. പിന്നെ ഞാൻ കുറച്ച് ഗീ റൈസ് ഉണ്ടാക്കി. കാരണം കപ്പ മാത്രം ഞങ്ങൾക്ക് തികയില്ല കഴിച്ച്. ഞങ്ങൾ നല്ല ഫുഡ് അടിയാണ്. അത് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു ഏട്ടാ എങ്ങനെയുണ്ട് ഫുഡ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്. എപ്പോഴും ഇതേപോലെ സൂപ്പറാന്ന് പറയാൻ വേണ്ടി മാമൂലായിട്ട് ഞാനൊരു ഉമ്മ അങ്ങോട്ട് കൊടുത്തിട്ട് സോപ്പിട്ടു. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ ദാ ഒരു വിളക്കൊക്കെ വാങ്ങി. പിന്നെ ഞാൻ ആ കാറിൽ പോകുമ്പോൾ ഏട്ടനും ഞാനും ബാമിക്കുട്ടിയും കൂടെ കലബില എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകാട്ടോ. ഇവിടെ ഇപ്പോൾ ഗുജറാത്തിൽ നവരാത്രിയൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു.